ചക്കപ്പഴം കിട്ടുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അതിനായിട്ട് ചക്കപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആദ്യം തന്നെ പാനിലേക്ക് നമുക്ക് ആ ചക്കപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ശർക്കരപ്പാനിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ചക്കയുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കരപ്പാനിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചക്ക തിളച്ച് വരുന്നവരെ മൂടി വെച്ച് നമുക്കൊന്ന് ഈ ചക്കേനെ വേവിച്ചെടുക്കണം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഏലക്കയും ജീരകവും കൂടി വറുത്ത് പൊടിച്ചതും 2 ടീസ്പൂൺ നെയ്യും 1 പിടി തേങ്ങയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്താൽ ആ മധുരം നന്നായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ഒന്നില്ലെങ്കിൽ നമുക്ക് നേരെ തന്നെ ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഈ അരിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചക്ക കൊണ്ടുള്ള ഡെസേർട്ട് റെഡിയായി. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് വാനില ഐസ്ക്രീം മിക്സ് ചെയ്ത് ടോപ്പിങ്സ് ആയിട്ട് കൊടുത്ത് കഴിക്കുകയോ ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.